ഈ നടൻ ദിലീപിനെതിരെ ഇന്നും ആക്രമിക്കുന്ന കല്ലെറിയുന്ന ആളുകൾക്ക് ഒരു ദിവസം മറുപടി കിട്ടും. ഒരു സംശയവുമില്ല. ശ്രീ ദിലീപ് രാമലീലയിൽ തിരിച്ചു വന്നതുപോലെ നായകനായി അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരും. ഈ പൾസർ സുനിയുടെ അവിടെ നിൽക്കുന്ന ഫോട്ടോയുടെ താഴെ ദിലീപ് ഏട്ടന്റെ ഈ ബ്ലൂ ഷർട്ടിന്റെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അത് ഫോട്ടോഷോപ്പാണ്. പോലീസുകാരും കൂടെ കേൾക്കാനാണ് ബഹുമാനത്തോടെ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കണം. ഇത്രയും വില കുറഞ്ഞ പെയിന്റ് ബ്രഷിൽ മറ്റേ സ്ക്രബ് ചെയ്തിട്ടുണ്ട് സാക്ഷി. അതിൽ അലൻസിയർ നമ്മുടെ നിമിഷ സജനോട് പറയുന്നതാണ് സാധാരണ പോലീസുകാർ പറയുന്നത്. എന്നാ അവൻ നിന്റെ കഴുത്തിലൊന്ന് പിടിച്ച് മാല പൊട്ടിച്ചു. ഇല്ല സാർ ഞാൻ കണ്ടില്ല. അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങനാണെങ്കിലേ ഉള്ളൂ പോലീസുകാർ ഇരുന്നിട്ട് പൊലിപ്പിക്കും. അങ്ങനെ കഥ എഴുതുന്നതിന്റെ ഏറ്റവും വലിയ വ്യക്തിമാണ് ശ്രീ ദിലീപ്. ഈ കഥയുണ്ടാക്കാൻ താല്പര്യമുള്ള പോലീസുകാര് ദൈവത്തെ ഓർത്ത് കഥ എഴുതാൻ വരണം, പോലീസുകാരായി പോകരുത്. എനിക്കിന്നും ആ അതിജീവിതയോട് പറയാനുള്ളത്, നിങ്ങളെ മനഃപൂർവ്വം വെച്ച് ദിലീപേട്ടനെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതാണോ? നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ അതിജീവിതയോടുള്ള ബഹുമാനം മുതലാക്കി പറ്റിച്ചതല്ലേ കാര്യം? ആ മനുഷ്യൻ 85-86 ദിവസം ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടന്ന നിരപരാധിയായ ഒരാളാണ്. ഞാൻ ആ കേസ് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ചുമ്മാ ഫാബ്രിക്കേഷനാണ്. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് രണ്ടാമത് വീണ്ടും അന്വേഷണത്തിന്റെ കാര്യങ്ങൾ തുടങ്ങിയത്. ആ കേസിൽ എന്തെങ്കിലും ഫോളോ അപ്പ് കേട്ടിട്ടുണ്ടോ? എന്താ പോലീസുകാരുടെ ജീവന് വിലയില്ലേ? ചുമ്മാ തള്ളുകയാണ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കും. സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കും. അതാണ് സത്യത്തിന്റെ ശക്തി. ഈ ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ഓർഗനൈസറും ഏറ്റവും കാര്യമായിട്ട് കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ പണ്ട് സ്ഥിരം പറയുന്നത് സൂപ്പർ സ്റ്റാറുകൾ വേറൊരു ലെവലാണ്. ആ ജനപ്രിയ നായകനെ ഒരു ഡബിൾ ജനപ്രിയ നായകനായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ. രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ പോലും പ്രേക്ഷകരാണെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ ഓരോ ആൾക്കാരെ സഹായിച്ചത് നമ്മൾ മറക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ഒരു വലിയ ജനറേഷൻ ഓഫ് മലർവാടി ആർട്സ് ക്ലബ് അടക്കമുള്ള ഇവരെ എല്ലാം ബ്രില്യൻ്റ് ആയി ദിലീപേട്ടൻ സപ്പോർട്ട് ചെയ്തല്ലേ.